ഇപ്പം രാത്രികാലങ്ങളിൽ എവിടെ നോക്കിയാലും കൊതുകളാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കൊതു ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. ഫാൻ ഇട്ടാലോ ബാക്കി വേറെ എന്ത് ചെയ്താലോ കൊതു അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കൊതുവിനെ ഒന്ന് ഒന്ന് വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ കൊതുവിനെ ഒന്ന് ഓടിപ്പിക്കാനോ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഫ്ലാഷ് ആൻറ്റി മൊസ്കിറ്റോ ലാമ്പ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമുക്ക് കിടക്കാൻ പോകുമ്പോൾ നമുക്ക് ലൈറ്റെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചാർജ് ചെയ്ത് ഇത് ഇതിൽ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഇത് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റും. ടേബിളിലാണെങ്കിലോ ഇല്ലെങ്കിൽ ഷെൽഫിലാണോ എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് വെക്കാൻ പറ്റും ചാർജ് ചെയ്തതിന് ശേഷം. 5 watts ആണ് ഇതിന് വരുന്നത്. 5 watts ആണ്. USB ചാർജിങ് ആണ് വരുന്നത്. ഇത് നമുക്കിപ്പോൾ രാത്രിയിൽ ഇതിൽ 2-3 തരത്തിലുള്ള ലൈറ്റ് ഉണ്ട്. അത് നമുക്ക് കൊതുവിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ലൈറ്റെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടേബിൾ ലാമ്പായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ലൈറ്റെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ ഇലക്ട്രിക് ഉണ്ട്. റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഇത് ഓൾറെഡി പാസ്സാവും. അപ്പോൾ ഇലക്ട്രിക് വെച്ചിട്ടാണ് നമ്മളിത് കൊതുകിനെ തുരത്താനോ അല്ലെങ്കിൽ അതിനെ കരിയിച്ച് കളയാനൊക്കെ പറ്റും. ഇത് പ്രൊഡക്റ്റ് നമുക്കിങ്ങനെ തൂക്കിയിടാനും പറ്റും. പിന്നെ ഇത് ടേബിളിലെല്ലാം ഇതിങ്ങനെ വെക്കാനും പറ്റും. ഇത് ലൈറ്റ് ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. ഇതൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഈ ലൈറ്റ് വരും. ഇതൊരു ചെറിയൊരു ലൈറ്റ്. കുറച്ചൊരു ബ്ലൂ ഒരു ലൈറ്റാണ് കണ്ടത്. ഇതിൽ സാധാ ഒരു വൈറ്റ്. ഈ 2 ലൈറ്റാണ് ഉള്ളത്. ഇതാണ് കുറച്ചും കൂടെ ഒന്ന് കൊതുവിനെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. രാത്രി ആകുമ്പോൾ അത് നല്ല ലൈറ്റ് ഉണ്ട്. രാത്രി കാലങ്ങളിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ കൊതു ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ കണ്ടാൽ തന്നെ അറിയുന്നത് ഉള്ളിൽ തന്നെ ചെറിയൊരു ഇലക്ട്രിക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതിലേക്ക് കൊതു ഇങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ നമ്മൾ കൊതുവിനെ കൊല്ലാൻ വേണ്ടി ഒരു ബാറ്റെല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതിന്റെ സെയിം പർപ്പസ് തന്നെയാണ്. ഇത് ജസ്റ്റ് നമുക്ക് വെച്ചാൽ ബാറ്റാണ് നമുക്ക് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ടേബിൾ ഇടയിൽ വെച്ചാൽ മതി. നമുക്ക് ഉറങ്ങുമ്പോൾ കൊതുകൾ ഓട്ടോമാറ്റിക്കായി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഷോക്ക് അടിച്ചും കണ്ടാണ് ഇത് കൊതുവിനെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നത്. ഇതിനെ റീചാർജ് ചെയ്തും ഹാങ് ചെയ്തും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു MRP എന്ന് പറയുന്നത് 450 രൂപയാണ് ഇതിൻ്റെ MRP. ഇത് ഹോൾസെയിൽ റേറ്റ് വേറെ റേറ്റ് ആയിട്ട് വരും ചെയ്യും. ടേബിൾ ലാമ്പോ ഡിം ലൈറ്റും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. വേറെ ഒരു ലൈറ്റും ഇല്ലെങ്കിൽ നല്ല വെളിച്ചമുണ്ട്. ഇതാണ് ഒരു ഓപ്ഷൻ ഇത് വരുന്നത്. ഇത് പിന്നെ വേറെ അടുത്തത് വേണമെങ്കിൽ ഓഫ് ചെയ്ത് ഡിമ്മ് 2 ലൈറ്റാണ് വരുന്നത്. വേറൊരു തരത്തിലുള്ള ഡിസൈനാണ്. കണ്ടോ? ഇതാണെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിച്ച് കൊണ്ടുനടക്കാൻ പറ്റും. ഇതാണ് വെച്ചാൽ തന്നെ നമുക്ക് കേബിളിൽ നമ്മൾ കുത്തിയും കണ്ടാണ് ഉപയോഗിക്കാൻ പറ്റുക. കുറച്ചും കൂടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ്. കണ്ടോ? ചാർജർ ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ഇതും ഹാങ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കണ്ടോ? നല്ലൊരു ഹാങ്ങറായിട്ട് ഉപയോഗിക്കാം. പർപ്പസ് എല്ലാം സെയിം തന്നെ. കൊതുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉള്ളത്. ചെറിയൊരു ലൈറ്റ് ആണെങ്കിൽ ഇതിനും ഉണ്ടാവും. പിന്നെ കുറച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ആയിട്ടുള്ള ഉള്ളത് സെയിം. ഇതിൻ്റെ ചാർജർ പറഞ്ഞാൽ USB ചാർജറാണ്. ഉണ്ടല്ലോ. ഈ 2 പ്രൊഡക്റ്റാണ് കൊതുവിനെ തുരത്താനുള്ളത്. ടേബിൾ ലാമ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. കൊതുവൊക്കെ നന്നായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. കൊതുക് ശല്യം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണിത്. നമുക്ക് ബാറ്റാണെങ്കിൽ ബാറ്റ് നമ്മൾ പിടിച്ചുകൊണ്ട് നടന്ന് കണ്ട് അതിന്റെ കൊതുവിന്റെ വൈത്താല ഓടേണ്ടി വരും. ഇത് നമുക്ക് കൊതുവിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ലൈറ്റാണ്. ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണിത്. നമുക്കത് കീ ചെയിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്കിത് പുറകിലെ മാഗ്നറ്റ് ആണ്. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാൻ പറ്റും. ഇരുമ്പിലെല്ലാം ഒട്ടിച്ച് വെച്ച് കണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ തന്നെ 2 ലൈറ്റ് ഉണ്ട്. 1 2 ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ 2 തരത്തിലുള്ള ലൈറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് നമുക്ക് ടേബിളിലെല്ലാം ഇങ്ങനെ വെക്കാനും പറ്റും. പിന്നെ ഇതൊരു ഓപ്പണറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എമർജൻസിക്ക് നമുക്കൊരു ഓപ്പണറായിട്ട് എന്തെങ്കിലും ഒന്ന് സോഡയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഓപ്പണറായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കീ ചെയിനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ വണ്ടിയുടെ എല്ലാം കീലോ അല്ലെങ്കിൽ വീടിൻ്റെ കീലോ എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന